ഹായ് ഗൈസ്, ഒമാൻ്റെ ഒരു നല്ല ഭംഗിയുള്ളൊരു വ്യൂ ആയിട്ടാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. ഏറ്റവും അതിമനോഹരം എന്ന് പറയത്തക്ക വിധത്തിൽ നമുക്ക് അത്രമാത്രം ഭംഗിയുള്ളൊരു സ്ഥലമാണിത്. ഇത് കടലും ആയിട്ട് ചേർന്ന് കിടക്കുന്ന ഒരു പുഴ പോലെ കിടക്കുന്ന സ്ഥലമാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മൊത്തം കണ്ടൽ ചെടികളാണ്. കണ്ടൽ ചെടികൾ എന്ന് പറയുമ്പോൾ കുറച്ച് ഏരിയ അല്ല, ഇതൊരു ഏകദേശം ഒരു 5-6 ഏക്കർ സ്ഥലത്ത് വിസ്താരമായിട്ട് കിടക്കുന്ന ഒരു ഏരിയയാണ്. അത് മൊത്തം കണ്ടൽ ചെടികളും അതുപോലെ തന്നെ 5-6 ഏക്കറല്ല, അതിലധികം ഉണ്ടാവും. കാരണം അത് അത്രമാത്രം ഉണ്ട്, നമുക്ക് ഒന്നും മെഷർ ചെയ്യാൻ പറ്റുന്നില്ല, അത്രമാത്രമുണ്ട്. ഇത് വളരെ ഭംഗിയായിട്ട് കിടക്കുന്ന ഒരു നദി, ഒരു ഇതാണ്, റിവർ പോലെ കിടക്കുന്ന സംഭവമാണ്. അതെന്തോന്ന് പറയാൻ എനിക്ക് പറ്റുന്നില്ല. കാരണം നദിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നദിയല്ല, കാരണം ഒഴുകുന്നൊന്നുമില്ല, കടലിലെ ജലം തന്നെയാണ് കയറി കിടക്കുന്നത്. അപ്പോൾ ഈ ഇവിടെയുള്ള മത്സ്യങ്ങൾക്ക് മുട്ടയിടാനും അതിൻ്റെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാനും ഒക്കെ വേണ്ടിയിട്ട് പ്രകൃതിയായിട്ട് ഒരുക്കി കൊടുത്തിട്ടുള്ള ഒരു കണ്ടൽ കാടുകളാണ് ഇത്. ഇത് നമ്മുടെ നാട്ടിലേക്കാളും വളരെ ഭംഗിയായിട്ട് വളരെ വൃത്തിയായിട്ടും കിടക്കുന്ന ഒരു ഏരിയയാണ്. അല്ല തന്നെങ്കിൽ ഒമാൻ എന്ന് പറയുന്നത് ഒരു വളരെ വൃത്തിയായിട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ്. ഒരു ചെടി, ഒരു പേപ്പർ കഷ്ണം പോലും നമുക്കെങ്ങും കാണാൻ കഴിയില്ല. ഇത് ക്രൗൺ പ്ലാസ ഹോട്ടലാണ്. ഏകദേശം കപ്പലിൻ്റെ മാതൃകയിലാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടുത്തെ കടലാണേലും നമ്മൾ നാട്ടിലെ പോലെ വലിയ തിരയോ ബഹളമോ ഒന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത. ഒരു കുളത്തിൽ വെള്ളം കിടക്കുന്ന അവസ്ഥയായിരിക്കും എപ്പോഴും, കാരണം അത്രമാത്രം ശാന്തമാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഈ പടിഞ്ഞാറൻ കാറ്റ് നമ്മുടെ നാട്ടിലേക്ക് അടിക്കുന്നതുകൊണ്ടാണ്, കടലിലൂടെ കാറ്റ് വരുന്നതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഈ തിര നമുക്ക് കൂടുതലായിട്ട് അനുഭവപ്പെടുന്നത്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റ് കരയിൽ നിന്നും കടലിലേക്ക് ചരിഞ്ഞാണ് അടിക്കുന്നത്. നേരെ കടലിലേക്ക് അടിക്കാറില്ല, ചരിഞ്ഞാണ് അടിക്കുന്നത്. അപ്പോൾ ആ ചരിഞ്ഞടിക്കുന്നത് കൊണ്ട് ഓളം എന്ന് പറയാൻ പറ്റുള്ളൂ, തിര എന്ന് പറയാൻ പറ്റില്ല. തിര ഉണ്ടാകാറുണ്ട്, ഇങ്ങനെ വളരെ പവറില്ലാത്ത തിരകളാണ് ചില സമയങ്ങളിൽ ഉണ്ടാവാറുള്ളത്. ഇപ്പോൾ തിര എന്ന് പറയുന്ന സാധനം ഒട്ടും തന്നെ ഇല്ല, വളരെ അനക്കമില്ലാതെ കിടക്കുന്ന സമയമാണ്. എന്നാൽ കാറ്റ് വീശുന്നുണ്ടെന്നാണ്. കാറ്റ് പക്ഷേ നമ്മുടെ കടലിൽ നിന്നല്ലാത്തത് കൊണ്ടാണ് സമുദ്രം അനങ്ങാതെ കിടക്കുന്നത്. വളരെ ഭംഗിയും വൃത്തിയുമുള്ള ബീച്ചാണ്. സ്വദേശികളുമായിട്ടുള്ള ധാരാളം ആൾക്കാർ ഇവിടെ കുളിക്കാനും മറ്റുമായിട്ട് വരാറുള്ള സ്ഥലമാണ്. കപ്പലൊരെണ്ണം വളരെ ദൂരത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെപ്ത് കുറവാണ്. സൈഡിൽ നമുക്ക് ഏകദേശം ഒരു 1/4-3/4 കിലോമീറ്റർ ആവറേജ് വെള്ളത്തിൽ നമുക്ക് നടന്ന് പോകാൻ സാധിക്കും, കുളിക്കാൻ. ഇത് ഹയാക്ക് പോലുള്ള ഒരു ഫൈബർ ബോട്ടിൻ്റെ ഇതാണ്. നമുക്ക് ഇവിടെ പ്രാക്ടീസ് ചെയ്യാനും ഒക്കെ ഇവിടെ ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളതാണ്. അതിന് ചെറിയൊരു വാടകയുണ്ട് ഒരു മണിക്കൂർ സമയത്തേക്ക്. അത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഒരു വള്ളം എടുത്തുകൊണ്ട് കടലിലിങ്ങനെ ഉണ്ടാകാം. കാരണം ഇത് മറിഞ്ഞാൽ പ്രശ്നമില്ല, കാരണം അവിടെ ഒന്നും ഡെപ്ത് ഇല്ലാത്തതുകൊണ്ട് ഏകദേശം നമുക്ക് 1/2 കിലോമീറ്റർ 3/4 കിലോമീറ്ററോളം ദൂരം ആഴം കുറവുള്ളത് കൊണ്ട് ധൈര്യമായിട്ട് നമുക്ക് ഇതൊക്കെ ഇങ്ങനെയുള്ള എൻ്റർടൈൻമെൻറ്റ് കാര്യങ്ങൾക്കൊക്കെ കടലിൽ പോകാൻ സാധിക്കും. ചില സമയത്ത് നമുക്ക് വാട്ടർ ബൈക്ക് ഇവിടെ ലഭിക്കുന്നതാണ്. ഇപ്പം വാട്ടർ ബൈക്കൊന്നും കാണുന്നില്ല. ചില സമയത്ത് വാട്ടർ ബൈക്ക് ഇതിനകത്തുണ്ടാവും. നമുക്ക് എടുത്തുകൊണ്ട് നമുക്ക് കുറച്ച് ഉള്ളിലേക്ക് പോകാൻ സാധിക്കും, കടലിലേക്ക് കുറേ ദൂരം പോകാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ മറ്റൊരു പ്രത്യേകത. നമ്മൾ ആ കണ്ടൽ ചെടികളുടെ മറ്റൊരു വ്യൂവിലൂടെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അവിടെ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ മാറിയുള്ളൊരു ഭാഗത്തൂടെയാണ് ഞാനിപ്പം ഇത് വീക്ഷിക്കുന്നത്. ഇത് വളരെ ഭംഗിയായിട്ട്, ഇത് വളരെ ഉള്ളിലേക്ക് പോകുന്നുണ്ട്. അത് നമുക്ക് ആകാശക്കാഴ്ചയിലാണെങ്കിൽ അത് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകും. കാരണം ഈ വെള്ളം ഇങ്ങനെ കൈവഴികളിലൂടെ ഇങ്ങനെ കയറി ഇറങ്ങി അങ്ങ് കുറേ ദൂരം വരെ അത് കിടപ്പുണ്ടെന്നുള്ളതാണ്. വളരെ ഭംഗിയായിട്ട് ആണ്, വളരെ ശാന്തമായിട്ടുമാണ് ഈ ഭാഗം. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മത്സ്യക്കുഞ്ഞുങ്ങൾക്ക് വളരെ സ്വസ്ഥമായിട്ട് ഇവിടെ വളരാൻ സാധിക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഇവിടെ എല്ലാം കരിങ്കല്ല് ഉപയോഗിച്ച് നല്ല ഭദ്രമായിട്ട് സേഫ്റ്റിയാക്കി ഇട്ടാണ് അതിനെ സംരക്ഷിച്ചിട്ടുള്ളത്. നാച്ചുറലായിട്ടുള്ള ഭാഗങ്ങളിലൊക്കെ നാച്ചുറലായിട്ടും, പിന്നെ കുറച്ച് ചതുപ്പ് ഭാഗം വരുന്നിടത്താണ് കല്ല് അടുക്കി അവരത് സംരക്ഷിച്ചിട്ട് ഉള്ളത്. കാരണം അവിടെ ഒരു റോഡ് കടന്നു പോകുന്നത് കൊണ്ട് റോഡിന്
ബലത്തിന് വേണ്ടിയിട്ട് കൂടിയാണ് ആ കല്ല് ഇവിടെ സപ്പോർട്ടായിട്ട് സ്ഥാപിച്ചിട്ടുള്ളത്. ഇത് കണ്ടാൽ തോന്നും ഒരു ഭാരതപ്പുഴയുടെ ഒക്കെ ഒരവസ്ഥ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. കാരണം മണൽ ഇടവഴി ഇങ്ങനെ വെള്ളം ഒഴുകി വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒമാൻ നഗരത്തിൻ്റെ മസ്കത്ത് നഗരത്തിൻ്റെ ഒരു സൈഡാണ് ഈ ഭാഗം എന്ന് പറയുന്നത്. അതിൻ്റെ അപ്പുറത്ത് ദൂരെ കണ്ടത് ഇവിടുത്തെ മലനിരകളാണ്. ഇവിടെ പാറക്കെട്ടുകളാൽ രൂപപ്പെട്ടിട്ടുള്ള വളരെ വലിയ മൗണ്ടെയ്ൻസാണ്. അതൊന്നും ഒരു പുല്ല് പോലും മൗണ്ടെയ്ൻസിനൊന്നും ഇല്ല എന്നാണ് മറ്റൊരു പ്രത്യേകത. ഇതിന് വേറൊരു പ്രത്യേകത കൂടെയുണ്ട്. ഒരു 4 ദിവസമൊക്കെ മഴ കിട്ടിക്കഴിഞ്ഞാൽ ഈ മലനിരകൾ മൊത്തം ഗ്രീൻ കളറിലേക്ക് മാറുന്ന കാണാം. അത്രമാത്രം പുല്ലുകൾ എവിടെ നിന്ന് വളരുന്നു എന്നറിയില്ല. എന്തായാലും ഈ ഒരു വർഷത്തിലധികം ഇങ്ങനെ, അല്ലെങ്കിൽ 8-10 ഒരു വർഷത്തിലധികമല്ല 8-10 മാസമൊക്കെ കണ്ടിന്യൂ ആയിട്ട് ഉണങ്ങി തരിശായി കിടക്കുന്ന ഈ പാറക്കെട്ടുകൾക്കുള്ളിൽ ഇത്രമാത്രം പുല്ലുകളുടെ വിത്തുകൾ നിക്ഷേപിക്കപ്പെട്ടിട്ടുണ്ടെന്ന് നമുക്ക് അപ്പോൾ മാത്രമാണ് മനസ്സിലാകുന്നത്. അതൊരു പ്രത്യേക അനുഭവമാണ്. ഇവിടെ പിന്നെ മഴ പെയ്യാനായിട്ട് പ്രത്യേകിച്ച് കാലാവസ്ഥകളോ കാര്യങ്ങളോ ഒന്നുമില്ലേ. പെട്ടെന്ന് എവിടെയെങ്കിലും ഒരു ന്യൂനമർദ്ദമോ മറ്റോ ഉണ്ടാകുന്ന സമയത്താണ് മഴ വരുന്നത്. അതുകൊണ്ട് കൃത്യമായ ഒരു കാലാവസ്ഥ നമുക്ക് അതിനുകൊണ്ട് പ്രവചിക്കാൻ കഴിയില്ല. ഇത് വിദേശികളായ കുറേ സായിപ്പന്മാരും മദാമ്മമാരും ഒക്കെ അവർ ബൈനോക്കുലർ വെച്ചിട്ട് കണ്ടൽ ചെടികളെ വീക്ഷിക്കുന്നതിൻ്റെ ഒരു ദൃശ്യം നമ്മളിപ്പോൾ കണ്ടുപോയത്. കണ്ടൽ ചെടികൾ വളരെ ഭംഗിയായിട്ട് വളരെ ഏരിയയിലുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ഇത് കാണാനാണ് നല്ല ശതമാനം ആൾക്കാരും വരുന്നത്. ഞാൻ പിന്നെ ഈ ക്രൗഡിനെ ഞാൻ ഷൂട്ട് ചെയ്യുന്നില്ലെന്നുള്ളേ ഉള്ളൂ. കാരണം ജനങ്ങളെ ഒഴിവാക്കിയിട്ടുള്ള ഒരു വ്യൂ ആണ് ഞാൻ എടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ക്രൗഡൊന്നും എൻ്റെ ക്യാമറയിലധികം വരാത്തത്. പിന്നെ റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്തും അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന സമയത്ത് കുറച്ച് ആൾക്കാരെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. കൂടുതലും ഇവിടെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പാർക്കിംഗ് സൗകര്യം വളരെ കുറവാണ്. അപ്പോൾ റോഡിൻ്റെ സൈഡിൽ വണ്ടി പാർക്ക് ചെയ്യുകയും അതോടൊപ്പം റോഡിലൂടെ വണ്ടി 2 സൈഡിലേക്കും പാസ് ചെയ്യുകയും ചെയ്യും. ഇതിപ്പോൾ പാലം ആയതുകൊണ്ടാണ് ഇവിടെ ആൾ കുറവ്. ഇത് പാലമാണ്. ഇതിപ്പോൾ ആ സമുദ്രവുമായിട്ട് ഈ ഇപ്പുറത്തെ ജലാശയം മിക്സായി കിടക്കുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ ഈ ഏരിയയിൽ കുറച്ച് ആൾത്തിരക്ക് കുറവാണ്. പിന്നെ അതുപോലെയല്ല കുറച്ചുകൂടെ സമയം കഴിയും ആൾക്കാർ ഇവിടേക്ക് എത്തിവരാൻ. ഇപ്പം നമ്മൾ കാണുന്ന കടലാണ്. പക്ഷേ കടലിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ളൊരു ഫീല് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ടോ? അതാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത. അത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ. ഇതൊരു പ്രത്യേകതരം വണ്ടിയാണ്. ഇലക്ട്രിക് വണ്ടിയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതൊക്കെ ഈ സമയത്തിലിങ്ങനെ ഇടയ്ക്കിങ്ങനെ 1-2 എണ്ണം ഇതിലെ പാസ് ചെയ്തിട്ടുണ്ട്. ചില സമയത്ത് ഇനിയും ഇതിലധികം വരാറുണ്ട് ഇവിടെ ചില സമയത്ത്. അതുപോലെ തന്നെ ചില സമയത്ത് ഈ വലിയ വില കൂടിയ ബൈക്കുകളും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇപ്പം നമ്മൾ അങ്ങോട്ട് പോയ 2 എണ്ണം ഇത് തിരിച്ച് വരുന്ന മറ്റൊരു വാഹനമാണിത്. അപ്പം മൊത്തം 3 എണ്ണം ഞാൻ ഇപ്പോൾ കണ്ടിട്ടുണ്ട്. ഇത് പ്രത്യേക ഭംഗിയിൽ 3 വീലിൽ ചെയ്തിട്ടുള്ള വണ്ടിയാണ്. ഇതൊക്കെ ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. ഇത് 3ാമത്തെ ലിങ്കാണ് കടലുമായിട്ട്. ആ കണ്ടൽ കാടുകളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന 3ാമത്തെ ലിങ്കാണ്. അതിൻ്റെ പാലമാണ് ഈ കാണുന്നത്. ഇതിപ്പോൾ ഞാൻ ഏകദേശം ഒരു 2 കിലോമീറ്ററോളം ദൂരം ഞാനിപ്പം എത്തിയിട്ടുണ്ട്. അത്രയും ദൂരത്തിൽ ഞാൻ എത്തി. അത്രയും ലെങ്തിൽ ഈ കണ്ടൽ ചെടികൾ ഉൾപ്പെട്ട ഈ ജലാശയം വിസ്തൃതമായിട്ട് കിടക്കണം. ഒരു സൈഡ് എന്ന് പറയുന്നത് ഇതിൽ നിന്നും വളരെയേറെ ദൂരം അപ്പുറത്തേക്ക് ഡെപ്തിലേക്ക് അങ്ങോട്ട് ഉള്ളിലേക്ക് പോകുന്നുണ്ട്. ഇതും ഒരു പാലം തന്നെയാണ്. അങ്ങനെ ഇപ്പോൾ സന്ധ്യ ആകാറായിട്ടുണ്ട്. വൈകുന്നേര സമയമാണ്. അപ്പം അതുകൊണ്ട് തന്നെ സൂര്യൻ താഴോട്ട് താഴുന്നതും നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഈ ഒരു സൈഡിൽ ചില എക്സ്പോ പോലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പം ഒരു ചെറിയ ഫെസ്റ്റിവൽ രൂപത്തിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതും നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ഇവിടെ ബോൾ കളിക്കുന്ന കുറച്ച് ഒമാനി പൗരന്മാരാണത്. ഇത് കടലിൽ ഇവർക്ക് വാട്ടർ ബോൾ കളിക്കലും പല എൻ്റർടൈൻമെൻറ്റുകൾ ഇവിടെ നടത്താറുള്ളതാണ്. ചില സമയങ്ങളിൽ നമുക്കത്
കാണാൻ സാധിക്കും. ഇതാ പാലത്തിൻ്റെ കടലിൻ്റെ സൈഡിൽ നിന്നുള്ള ഒരു വ്യൂ ആണ്. ഇത് നമുക്ക് ആൾക്കാർക്ക് നടക്കാൻ വേണ്ടിയിട്ട് റോഡും ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്ന ഒരു പോർഷൻ നമ്മളിപ്പോൾ കണ്ടത്. ഇവിടെയാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞ എക്സ്പോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പ്രോഗ്രാം നടക്കുന്ന സ്ഥലമാണ് ഈ കാണുന്നത്. ഇവിടെ കുറേ തെങ്ങുകളുണ്ട്. പക്ഷേ തെങ്ങുകളുണ്ടെങ്കിലും തെങ്ങിനൊന്നും തേങ്ങ ഉണ്ടാവാറില്ല. ഇതാ നമുക്ക് വീണ്ടും 2 വണ്ടികൾ കൂടി നമുക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നു. ഇതിഷ്ടം പോലെ ഇവിടെ വരാറുണ്ട്. ഇതെല്ലാം 3 വീലുള്ളൂ എന്നാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതിൻ്റെ 3ാമത്തെ വീല് വരുന്നത് ബാക്ക് സൈഡാണ്. നമ്മുടെ ഓട്ടോറിക്ഷ തിരിച്ച് വെച്ച് നമുക്ക് ഈ രീതിയിൽ ബോഡി ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും. ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ അസംബിൾ ചെയ്തിട്ടുള്ളത്. അതാണ് ആ വണ്ടിയുടെ മറ്റൊരു പ്രത്യേകത. അതിൻ്റെ കൺട്രോൾ വരുന്ന ബാക്ക് വീലിലാണ്. ആ മേള നടക്കുന്നതിൻ്റെ ചെറിയ സ്റ്റോളുകളാണ് കാണുന്നത്. ഇതിൻ്റെ നമുക്ക് അപ്പുറത്ത് വശത്തൂടെ കറങ്ങി ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് വരാൻ സാധിക്കും. അവിടെ ഒരു ചെറിയ സ്റ്റേജും അവിടെ ചില പ്രോഗ്രാംസും ഒക്കെ കുറേ കൂടെ സമയം കഴിയുമ്പോൾ സന്ധ്യയാകുന്ന സമയത്തൂടെ കുറേ പ്രോഗ്രാംസും ഒക്കെ വരാറുണ്ട്. ഇവിടെ പല വേദികളും പല ഏരിയകളുമായിട്ട് ഇത് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കുറച്ച് ഹോട്ടലുകളും റിസോർട്ടുകളും ഒക്കെ ഉള്ളൊരു ഭാഗമാണ്. നമുക്ക് ഇവിടുന്ന് കറങ്ങി അപ്പുറത്തെ സൈഡിലേക്ക് പോകാം. ഇവിടെ നമുക്ക് ഒത്തിരി ഭാഗത്തായിട്ട് ഇത് ഇപ്പോൾ കുറച്ച് സ്റ്റാളുകൾ മാത്രമാണ് ഈ ഭാഗത്തുള്ളത്. ഇവിടെ ചില ഐറ്റംസ് ഉണ്ട്. പക്ഷേ അങ്ങോട്ട് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ എല്ലാം കുറേ സ്റ്റാളുകളും കാര്യങ്ങളും അങ്ങനെ കുറേ വിശാലമായിട്ട് കിടക്കുന്ന ഒരു പ്രോഗ്രാമാണിത്. ചെറിയ ഏരിയയിലല്ല. അതുതന്നെയല്ല, ഇത് ഹോട്ടൽ മേഖലയാണ്. ഇവിടെ എല്ലാം റിസോർട്ടുകളും ഹോട്ടലുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൂടെ ഈ സൈഡ് വഴി ഉള്ളിലേക്ക് പോകുന്നുണ്ട്. പക്ഷേ അവിടം വരെ ഞാനിപ്പോൾ പോകുന്നില്ല. കാരണം നമുക്ക് ഇപ്പോൾ തന്നെ വളരെയേറെ സമയം നമ്മളെ അതിക്രമിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് സമയം കൂടെ ഈ ഭാഗത്തൊക്കെ ചിലവഴിച്ച് ഈ ഏരിയയിലെ കാര്യങ്ങൾ കവർ ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കാം. സൂര്യൻ്റെ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് നമുക്ക് പല വ്യൂസും ക്ലിയറായിട്ട് കിട്ടുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ബ്ലറായി പോകുന്നുണ്ട് കണ്ടോ. അപ്പം അതുകൊണ്ട് നമുക്കെന്നെ കറങ്ങി അപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് അനുകൂലമായിട്ട് കുറേ വീഡിയോസ് കിട്ടും. ഇവിടെ നിലത്തിരുന്ന് കാണുന്നവർക്ക് അവർക്ക് കൈകുത്തി കിടക്കാനും ഒക്കെ ആയിട്ട് കുറേ തലയണകൾ നിക്ഷേപിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെയൊക്കെ നാട്ടിലൊരു പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ അപ്പം മൈതാനത്ത് ഒരു സംഭവം ഉണ്ടാവില്ല. ഒരു പേപ്പറൊക്കെ വേണം നമ്മൾ കൊണ്ടുവന്ന് ഇട്ടിട്ട് വേണം നമുക്ക് ഇരിക്കാൻ. പക്ഷേ ഇവിടുത്തെ പ്രത്യേകത ഉണ്ടോ, നമുക്ക് അവിടെ എല്ലാം തലയണകൾ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇരുന്നോ കിടന്നോ ആ പുല്ലുംപുറത്ത് കിടന്ന് നമുക്കത് പ്രോഗ്രാം വീക്ഷിക്കാൻ സാധിക്കും. അതൊക്കെയാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത. മൊത്തം തെങ്ങുകളാണ്, പക്ഷേ തേങ്ങയൊന്നുമില്ല എന്നോ. ഇപ്പം നമുക്ക് അനുകൂലമായിട്ട് സൂര്യൻ നിൽക്കണം പുറയിലാണ്. ഇതെല്ലാം ചെറിയ ചെറിയ സ്റ്റോളുകളാണ്. ഇവിടെ എല്ലാം ചെറിയ ഓരോരോ പ്രോഡക്റ്റുകൾ അവർ സെയിൽ ചെയ്യുന്നുണ്ട്, ഓർഡർ എടുക്കുന്നുണ്ട്. സൈക്കിളുകൾ ഉണ്ട്, അതുപോലെ തന്നെ ടൂൾസിൻ്റെ ഉണ്ട്. അങ്ങനെ പല സാധനങ്ങൾ ഇവിടെ ഉണ്ട്. പിന്നെ കുറച്ച് അപ്പുറത്തേക്ക് മാറിക്കഴിഞ്ഞാൽ കുറേ ഐറ്റംസ് വേറെ അധികം സാധനങ്ങൾ അങ്ങോട്ട് മാറിയിട്ടൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ മൊത്തം കവർ ചെയ്യാൻ ശ്രമിക്കുന്നില്ല. അപ്പം ഇതിനകത്ത് കൂടുതലും ഉള്ളത് വിദേശികളാണ്. ഇപ്പം സ്വദേശികളെ ഇവിടെ കാണാൻ വളരെ കുറവാണ്. കൂടുതലും വിദേശികളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഈ ചുമ്മാ റെക്കോർഡ് ഇട്ടിരിക്കുന്നത് പിള്ളേർ, പാകിസ്ഥാനി കുട്ടികളാണ്. അവരത് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ. വളരെ രസകരമായിട്ട് ആണ് അവർക്കത് തോന്നുന്നത്. കാരണം നല്ല മ്യൂസിക്കാണ് അവിടെ ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു രസത്തിലാണ് അവരിപ്പോൾ നിൽക്കുന്നത്. ഇതാണ് ഓപ്പൺ സ്റ്റേജാണ്. നമുക്ക് പ്രോഗ്രാം ചെയ്യുമ്പോൾ മുകളിൽ കുറച്ച് ലൈറ്റും കാര്യങ്ങളും ഒരു ഫ്രെയിമും മാത്രമേ ഉള്ളൂ. സ്റ്റേജിൻ്റെ ഫ്രണ്ടിലായിട്ട് ടോപ്പ് ലെവലൊക്കെ ഫ്രീ ആയിട്ട് തന്നെയാണ് കിടക്കുന്നത്. ഇത് ഈ നീന്താൻ ഒക്കെ പോകുന്നവർക്ക് വേണ്ടിയുള്ളൊരു ഭാഗത്ത് നമുക്ക് ഇവിടേക്ക് നീന്താനൊക്കെ പോകാനായിട്ട് ഉള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് വേണ്ടിയുള്ളൊരു ഭാഗമാണ് ഈ കാണുന്നത്. ഇവിടെ വെള്ളത്തിന് ഡെപ്ത് ഇല്ലാത്തതുകൊണ്ട് തന്നെ പേടിക്കാനൊന്നുമില്ല, ധൈര്യമായിട്ട് പോയി നീന്താം.
അപ്പോൾ ഹാർലി ഡേവിഡ്സൻ്റെ ഒരു അടിപൊളി ബൈക്ക് നമ്മളിപ്പോൾ കണ്ടു. അപ്പം ഇത് മറ്റൊരു ബൈക്കാണ് ഏകദേശം അതുപോലെ തന്നെ. ഇതിൻ്റെ കമ്പനിയാണെന്ന് എനിക്ക് നോക്കാൻ സാധിച്ചില്ല, വളരെ കുറച്ച് ദൂരെ നിന്നാണ് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ളതുകൊണ്ട് എനിക്കത് എടുക്കാൻ പറ്റിയില്ല. ഇനിയും അതുപോലെ തന്നെ പല വില കൂടിയ ബൈക്കുകളും വേണ്ട മറ്റൊരു ബൈക്ക് ഇരിക്കുന്നു. അപ്പോൾ ഇഷ്ടംപോലെ ഇങ്ങനെയുള്ള ബൈക്കുകളും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ സമയം അതിക്രമിച്ചതിനാൽ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം.